കുറ്റപത്രം സമർപ്പിക്കാതെ സ്വർണ്ണക്കൊള്ള കേസിലെ മുഴുവൻ പ്രതികളെയും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. ഈ കൊള്ള നടത്തിയ പ്രതികളെല്ലാം പുറത്തു വരുമ്പോൾ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും. CPM-ന് വേണ്ടത് CPM-ന്റെ നേതാക്കൾക്കും സ്വാഭാവികമായി അവർക്കും പതിയെ പതിയെ ജാമ്യം കിട്ടി അവരെല്ലാം പുറത്തു വരും. അപ്പോൾ CPM ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാതെ അവരെ ഭയന്നായിരുന്നിരുന്നു. കാരണം ഇത് അവർ വീണ്ടും അവിടെ കിടക്കുകയായിരുന്നു. അന്വേഷണം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അവർ കൂടി ജയിലിൽ പോകുമായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാത്ത പ്രതികൾക്കാണ് കേരള പോലീസിന്റെ കൊള്ളരുതായ്മയോ കള്ളക്കളിയോ കൊണ്ട് എളുപ്പത്തിൽ 90 ദിവസം കൊണ്ട് ജാമ്യം കിട്ടിയത്. അപ്പൊ ജാമ്യം കിട്ടാൻ ഈ കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നതിന് കാരണം എന്താണ്? പോലീസിന്റെ വെർഷൻ അവർ പറയുന്നത് സയന്റിഫിക് റിപ്പോർട്ട്സ് കിട്ടിയില്ല എന്നുള്ളതാണ്. കേരള പോലീസ് ജനങ്ങളെ വിഡ്ഢിയാക്കരുത് എന്ന ഒരു വിനീതമായ അപേക്ഷയാണ് എനിക്കുള്ളത്. കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ജസ്റ്റിസ് രാംകുമാറിന്റെ 2007 കമലാക്ഷ വേഴ്സസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതിൽ ജസ്റ്റിസ് രാംകുമാർ വളരെ വ്യക്തമായി പറയുകയാണ്, സയന്റിഫിക് റിപ്പോർട്ട്സ് കുറ്റപത്രത്തോടൊപ്പം വേണ്ടതില്ല, അത് പിന്നീട് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. ഇതൊരു ഒരു വെൽ പ്ലാൻഡ് ആയ ഒരു പ്രോഗ്രാമാണ്. വെൽ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, അതിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അതിൽ പൊളിറ്റിക്കൽ ബോസസ് ഉണ്ട്. അവരെല്ലാം കൂടി ഈ കേസിൽ നിന്ന് എങ്ങനെയാണ് ഗവൺമെന്റിന് താല്പര്യ ആൾക്കാർ രക്ഷപ്പെടുത്താൻ പറ്റുക? അപ്പോൾ ഈ സർക്കാരിന് താല്പര്യമുള്ള ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരേ ഒരു മാർഗം ഡിഫോൾട്ട് ബെയിൽ മാത്രമാണ്. സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് ബെയിൽ എന്ന് പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അപ്പോൾ ഈ കേസിൽ 90 ഡേയ്സിൽ നിങ്ങൾ ചുമ്മാ അവിടെ കിടന്നു കൊടുത്താൽ 90 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്തിറങ്ങാം.